മണ്ഡലം ചുറ്റും മഹിളകൾ ഇതാ പൊന്നാനി മണ്ഡലത്തിൽ പര്യടനം തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് UDFന്റെ സ്ഥാനാർത്ഥി കെ പി നൗഷാദ് അലിയെ നമുക്ക് കിട്ടിയത്. സാർ, എങ്ങനെയാണ്? നമുക്കറിയാം പൊന്നാനി എന്ന് പറയുന്നത് ഈ മലപ്പുറം ജില്ലയിലെ അവരുടെ ഒരു കോട്ട എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇത്തവണ അത് തിരിച്ചു പിടിക്കാൻ സാധ്യമാണോ? അതിനുള്ള ശ്രമങ്ങൾ എത്രത്തോളം നടക്കുന്നുണ്ട്? ഇത് തുടർച്ചയായിട്ട് 4 തവണ CPM ജയിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഐക്യജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ വേരുകളുള്ളൊരു സ്ഥലമാണ്. എന്തൊക്കെയോ അജ്ഞാതമായ കാരണങ്ങൾ കൊണ്ട് നിരന്തരമായിട്ട് CPM ജയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ 4 തവണ തുടർച്ചയായി വിജയിച്ചിട്ടും തങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ പരിതാപകരമായി തുടരുന്നതിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വലിയ അമർഷമുണ്ട്. 10 വർഷത്തെ ഇടതു ഭരണവും തങ്ങൾക്ക് കാര്യമായ ഒരു ഗുണവും ചെയ്തില്ല എന്നൊരു വികാരമുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ കർമ്മ റോഡാണിത്. ഈ റോഡ് സത്യം പറഞ്ഞാൽ ഒരു ഹൈദരാബാദിലെ നെക്ലേസ് റോഡിനെ പോലെയോ അല്ലെങ്കിൽ മുംബൈ മറൈൻ ഡ്രൈവിനെ പോലെയൊക്കെയുള്ള അതിമനോഹരമായ ഒരു റോഡാണിത്. ഇവിടെ ആയിരക്കണക്കിന് വാഹനങ്ങളും 10,000-കണക്കിന് മനുഷ്യരും വന്ന് തിങ്ങി നിറഞ്ഞ് ഒരു ഒരു ജാമാണ് ഇവിടെ സംഭവിക്കാറുള്ളത്. ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇതിനകത്ത് ഒരുക്കിയിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ തീരദേശത്ത് പോയി നോക്കിയാൽ അവിടെ 10 വർഷമായിട്ട് കടൽ ഭിത്തിയില്ല. അവിടെയുള്ള ആളുകൾക്ക് പട്ടയമില്ല. പട്ടയമുള്ള ആളുകൾക്ക് ബാങ്കുകൾ വായ്പ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഏറ്റവും അധികം ഓലക്കുടിലുകളുള്ള തീരദേശം പൊന്നാനിയാണ്. 1000-ലധികം ഓലക്കുടിലുകൾ പൊന്നാനി തീരദേശത്തുണ്ട്. അതിൻ്റെ ചുമരുകൾ ഓലയാണ്, മേൽക്കൂര ഓലയാണ്, തറ പൂഴിയാണ്. അവിടെയാണ് 10,000-കണക്കിന് മനുഷ്യർ താമസിക്കുന്നത്. മൊത്തത്തിൽ ഇവിടെയുള്ള ആളുകൾ വളരെ ബുദ്ധിമുട്ടിയാണ് അല്ലെങ്കിൽ അസ്വസ്ഥരാണ് എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, ഇത് ഞാൻ പറയുന്ന കാര്യമില്ല, ഇതൊരു വസ്തുതയാണ്. നിങ്ങൾക്ക് അന്വേഷിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ പുനർഗേഹം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫ്ലാറ്റ് നിർമ്മിച്ചിട്ടുണ്ട് സർക്കാർ. സ്വാഭാവിക സർക്കാരിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയാണ് ഫിഷറീസ് മേഖലയിൽ. അവിടെ ഈ ഫ്ലാറ്റിന് ഇതുവരെ നമ്പർ കിട്ടിയിട്ടില്ല. അത് ഫ്ലാറ്റ് നിർമ്മിക്കുന്നതും സർക്കാർ, നമ്പർ കൊടുക്കേണ്ടതും സർക്കാർ, പക്ഷേ നമ്പർ ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം അത് CRZൻ്റെയും മറ്റൊരുപാട് നിയമങ്ങളുടെയും വയലേഷനാണ്. അപ്പോൾ അത്തരത്തിലൊരു ഉദാസീനതയാണ് മൊത്തത്തിൽ ഹാർബർ വകുപ്പ്, ഫിഷറീസ് വകുപ്പ്, കോസ്റ്റ് ഗാർഡ്, പോലീസ് എല്ലാം ചേർന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല, ഇതൊരു വസ്തുതയാണ്. അപ്പോൾ പൊന്നാനിക്ക് മാറ്റം വരണം, ഒരു തർക്കമില്ല. പൊന്നാനി മാറാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടൊരു നിമിത്തം ഞാനാവുന്നു എന്നുള്ളത് മുൻപ് മുതൽ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനിവിടെ മിഷൻ 2025 എന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു ദൗത്യം എന്നെ പാർട്ടി ഏൽപ്പിച്ചതിന് ശേഷം ഞാനിവിടെ സജീവമായിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിപ്പോൾ സ്ഥാനാർത്ഥിത്വം എനിക്ക് ലഭിച്ചതോടുകൂടി അത് വളരെ ഫലപ്രദമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആളുകളുമായിട്ടൊക്കെ ഒരു ബന്ധവും അടുപ്പും അവരുടെ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ ഞാൻ നിങ്ങളോട് പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത്, ഇവിടെ നമുക്കൊരു സ്വപ്ന പദ്ധതിയുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒന്നായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇവിടെ 100 അടിത്തോട് എന്നൊരു തോടുണ്ട്. അതിവിടെ BM എന്ന് പറഞ്ഞ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. ആ തോട് കുന്നംകുളം വരെ നീണ്ടു കിടക്കുന്നു. അത് 23 കിലോമീറ്ററാണ് അതിൻ്റെ ദൈർഘ്യം. ഇതിൻ്റെ ഇരുവശത്തും കോൾ പാടങ്ങളാണ്. ഈ പൊന്നാനി മണ്ഡലത്തിൽ മാത്രം 4000 ഏക്കറിന് അടുത്ത് കോൾ നിലങ്ങളുണ്ട്, നെൽപ്പാടങ്ങളുണ്ട്. അപ്പോൾ ഈ കോൾ നിലങ്ങളുടെ നടുവിലൂടെയാണ് ഈ പറഞ്ഞ തോടൊഴുകുന്നത്. അതിൻ്റെ ആഴവും വീതിയും കൂട്ടി അവിടെ ഒരു ജലപാതയാക്കി വികസിപ്പിച്ചാൽ ഇതുപോലെ മികച്ച യാത്രാനുഭൂതി നൽകുന്നൊരു ഇടം ഇന്ത്യയിൽ തന്നെ അധികം ഉണ്ടാവാനിടയില്ല. അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിനൊന്നും ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധ വെച്ചില്ല. ഇതൊരു പാർട്ടി ഗ്രാമമാണെന്നൊക്കെയുള്ള ഒരു വലിയ ചിന്തയിലൊക്കെ അവരൊക്കെ മുന്നോട്ട് പോയി. ആ ഉദാസീനതയാണ് പൊന്നാനിയെ ഇത്തരത്തിൽ ഒരു വികസന മുരടിപ്പിന്റെ ഒരു മരുപ്രദേശമാക്കി മാറ്റി. ഇടത് സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ആ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധമായി പുറത്തേക്ക് വന്നതാണ്. ഈ നാട്ടിലുള്ള ആളല്ല, മാത്രമല്ല ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് എല്ലാ സ്ഥാനങ്ങളും കിട്ടുന്നത് എന്നുള്ള ചോദ്യം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരുന്നത് ഗുണം ചെയ്യുമോ? അല്ല, അത് ഇടത് സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ളത് ഇടത് മുന്നണിയും CPM ഒക്കെ തീരുമാനിക്കേണ്ടതാണ്. അവരുടെ വ്യക്തിഗതമായ നേട്ടവും കോട്ടവും ഒന്നും ചർച്ച ചെയ്യുന്നൊരു രാഷ്ട്രീയത്തിൻ്റെ ആളല്ല ഞാൻ. അതൊക്കെ അവരുടെ പാർട്ടിക്കാരും ജനങ്ങളും ഒക്കെ വിലയിരുത്തിക്കൊള്ളട്ടെ എന്നുള്ളത് മാത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വേറെ കമന്റുകളില്ല. ഇത്തവണ അപ്പോൾ പൊന്നാനിക്കാരെ മാറി ചിന്തിക്കും.
ഒരു തർക്കമില്ല. ഞാൻ നമ്മുടെ ഒരു രാഷ്ട്രീയ അനുഭവം വെച്ച് ഞാൻ ഈ പൊന്നാനിക്കാരുടെ മാറ്റത്തിൻ്റെ സ്പന്ദനം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ സേവകനാവാനുള്ളൊരു അവസരം എനിക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റെന്തൊക്കെ ഉറപ്പുകൾ, വാഗ്ദാനങ്ങളാണ് UDF മുന്നോട്ട് വെക്കുന്നത് പൊന്നാനിക്ക് വേണ്ടി, പൊന്നാനിയിലെ ജനങ്ങൾക്ക് വേണ്ടി? പൊന്നാനിയിലെ ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വെക്കാനുള്ള ഒന്നാമത്തെ പിന്നെ നമ്മുടെ ഒരു വിഷയം ഞാൻ പറഞ്ഞു, ഒരു ടൂറിസം BM കായലിൻ്റെ നൂറടിത്തോടിൻ്റെ കാര്യം. രണ്ടാമത് ഈ കർമ്മ റോഡിനെ ആ തൊട്ടപ്പുറത്തുള്ള ചമ്രവട്ടം പാലവുമായിട്ട് ബന്ധിപ്പിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒരു കണക്ടിവിറ്റി കൂടുകയും ഒരുപാട് പിന്നെ ഈ പൊന്നാനി ടൗണിൻ്റെ ഒരു ഓരം ചേർന്നുള്ള ട്രാഫിക് ബ്ലോക്കുകൾക്കൊക്കെ ശമനം ഉണ്ടാവുകയും ചെയ്യും. ഈ റോഡിന് വീതി കൂട്ടണം, ഇവിടെ പാർക്കിംഗ് സ്പേസ് വേണം, ഇവിടുത്തെ കടകളൊക്കെ ഒരു ഡിസൈനർ ഷോപ്പുകളാക്കി മാറ്റണം. ഇതിനെ വലിയൊരു ഐതിഹാസികമായൊരു തെരുവാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ഒന്ന് നമ്മുടെ മനസ്സിലുണ്ട്. രണ്ടാമതായിട്ട് പിന്നെ ഇവിടുത്തെ കോൾ നിലങ്ങളാണ് വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞു 4000 ഏക്കറിന് അടുത്തുള്ള കോൾ നിലങ്ങൾ ഈ നാടിൻ്റെ തന്നെ മണ്ണ്, ജലം, ജൈവസമ്പത്തിനെ നിയന്ത്രിക്കുന്ന ഒന്നാണ്, ഇൻവിസിബിളായിട്ട്. അതിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ നെല്ല് ഉൽപ്പാദിപ്പിച്ചിട്ട് സപ്ലൈക്കോ പണം കൊടുക്കുന്നില്ല, പകരം ബാങ്കുമായി ബന്ധിപ്പിച്ച് വായ്പയാണ് കൊടുക്കുന്നത്. ആ വായ്പ സപ്ലൈക്കോ കൃത്യമായ സമയത്ത് പണം കൊടുക്കാത്തതുകൊണ്ട് അടവ് മുടങ്ങുന്നത് ഒരു പതിവ് കഥയാണ്. അതോടുകൂടി ഈ കോൾ കർഷകരൊക്കെ സിബിൽ സ്കോർ ഇല്ലാത്ത വലിയ ഡെപ്റ്റിൻ്റെ മുഖങ്ങളായിട്ട് അവർ നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ പ്രതീകങ്ങളായിട്ട് മാറുകയാണ്. അവരുടെ മറ്റ് ദൈനംദിന ജീവിതം പോലും സാധിക്കാതെ വരുന്നു. അതിന് ഒരു പരിഹാരം കാണും. അതുപോലെ തന്നെ ഈ തീരദേശത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ കടൽ ഭിത്തി ഉണ്ടാകണം. തീരദേശത്തെ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെ ഒരു ഫിഷറീസിൻ്റെ പിന്നെ കോളേജോ പോളിടെക്നിക്കോ ഒക്കെ വരണം. അവിടുത്തെ കുട്ടികൾക്ക് പഠിച്ചു വളരാനുള്ള അവസരം ഉണ്ടാവണം, കളിച്ച് വളരാനുള്ള അവസരം ഉണ്ടാവണം. സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇവിടെ മിടുക്കന്മാരായ പ്രതിഭകൾ ഒരുപാടുണ്ട്. അവരൊക്കെ ഇന്ന് ഇവിടുത്തെ ഫ്രൂട്ട്സ് കടയിൽ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പാതി വഴിയിൽ അതൊക്കെ ഞെട്ടറ്റ് വീഴുകയാണ്. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം. അങ്ങനെ ഒരുപാട് സമഗ്രമായ പൊന്നാനിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ചിന്തകളൊക്കെ ഉണ്ട്. ഈ നാട്ടുകാരുടെ പൾസ് താങ്കൾക്ക് അനുകൂലമാണെന്നാണോ തിരിച്ചറിവ്? ഞാൻ അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. അത് പിന്നെ അതൊരു അമിത ആത്മവിശ്വാസമല്ല. കാരണം ഇവരെ അങ്ങനെ ഒരു ചേർത്ത് പിടിക്കാൻ ആളുണ്ടായിട്ടില്ല എന്നതുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിലവിലുള്ള MLA അദ്ദേഹം ഇവിടെ സജീവമാകാൻ തുടങ്ങിയത് ഈ ജനുവരിക്ക് ശേഷമാണ്. അതിവിടെ CPM പ്രവർത്തകരുടെ ഇടയിൽ പോലുള്ള അഭിപ്രായമാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു ടൈം പൂർത്തിയാക്കുന്ന അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അത് CPMൻ്റെ ഇത് പാർട്ടി ഗ്രാമമാണ്, ഇതൊക്കെ വോട്ട് കുത്തി യന്ത്രങ്ങളാണ്, എന്ത് സംഭവിച്ചാലും തങ്ങൾക്ക് വോട്ട് ലഭിക്കും, ജയിക്കും എന്ന അവരുടെ ഒരു അഹം ബോധത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയായിട്ട് ഞാനിതിന് വിലയിരുത്തുന്നു. തീർച്ചയായിട്ടും പൊന്നാനിക്ക് വേണ്ട ഒരു ജനപ്രതിനിധി എങ്ങനെ ആവണം എന്നുള്ളതിനെക്കുറിച്ച് ഇതിൽ നിന്നും എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. അതിനുള്ള അവസരം പൊന്നാനിക്കാരും ദൈവവും തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, അപ്പോൾ അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനം ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ടൂറിസത്തിന് ധാരാളം സാധ്യതയുള്ള ഇടമാണ്. പിന്നെ വിദ്യാഭ്യാസപരമായി ഒക്കെ ഇനിയും വികസിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒട്ടേറെ സ്വപ്ന പദ്ധതികളുമായാണ് KP നൗഷാദ് അലി. അദ്ദേഹം TV ചർച്ചകളിലൂടെയൊക്കെ നമുക്ക് സുപരിചിതനാണ്, ഘോരഘോരം വാദിക്കുന്നതാണ്. അപ്പോൾ ഇനി തൻ്റെ മണ്ഡലത്തിന് വേണ്ടി നിയമസഭയിൽ ഘോരഘോരം വാദമുഖങ്ങൾ ഉയർത്താൻ കഴിയട്ടെ എന്ന് 24 ആശംസിക്കുകയാണ്. താങ്ക് യു. എല്ലാവിധ ആശംസകളും സർ. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.